സച്ചിനച്ചാ എന്താ ഇപ്പൊ ചെയ്യാ? അത് തന്നെ ഞാനും പാടുന്നത്. എന്താ പറയാ, എന്താ ഇപ്പൊ ചെയ്യാ, കൃപ എന്നല്ലാതെ എന്നാ പറയാനാമേ. എന്താ പറയാ, എന്താ ഇപ്പൊ ചെയ്യാ, കൃപ എന്നല്ലാതെ എന്നാ പറയാനാമേ. യേശു എന്നെ കണ്ടു, തന്റെ ചങ്കു തന്നു, ചോര കൊടുത്തെന്നെ തന്റെ സ്വന്തമാക്കി. ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പൊളിയാണ്, അപ്പന്റെ സ്നേഹം എന്നെ മാറ്റി മാറിച്ചു. ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പൊളിയാണ്, അപ്പന്റെ സ്നേഹം എന്നെ മാറ്റി മാറിച്ചു. ഫ്രണ്ട്സുള്ള എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് എടുത്ത തീരുമാനമാണ് സെമിനാരി ചേരുന്ന സമയത്ത് ഞാൻ എടുത്ത ആദ്യത്തെ തീരുമാനം. രണ്ടാമതെടുത്ത തീരുമാനം ഇതാണ്: ഇനി ഒരിക്കലും ജീവിതത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല. അത് വാട്സപ്പോ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ആകട്ടെ, ഒരിക്കലും ഉപയോഗിക്കില്ല. ഇന്ന് ആ തീരുമാനം എടുത്ത എന്നെ കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ, പ്രത്യേകിച്ചും ഇൻസ്റ്റാഗ്രാമിലൂടെ ഈശോ അവൻ്റെ വാക്കുകളും അവൻ്റെ ഗാനങ്ങളും ഒത്തിരിയധികം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. സച്ചിൻ കപ്പൂച്ചൻ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ ഇന്ന് ഏകദേശം 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട്. ഇതൊന്നും എൻ്റെ മഹിമയോ മഹത്വമോ എൻ്റെ കഴിവോ അല്ല, പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ പ്ലാനും അവൻ്റെ പദ്ധതിയും അവൻ്റെ സ്വപ്നങ്ങളുമാണ്. ആ സ്വപ്നങ്ങൾക്കൊപ്പം നടക്കാൻ എനിക്ക് എന്നും സാധിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധി തൻ പളുങ്കു പാത്രമേ, വിലയാർന്ന മൺകുടമേ, വിശ്വാസഗോപുരമേ, വെണ്മയാം വെള്ളരിപ്രാവേ. തിരുപ്പട്ട ശുശ്രൂഷയ്ക്ക് ശേഷം ഒത്തിരി ആളുകൾ വന്നിട്ട് നമ്മുടെ കരങ്ങൾ ചുംബിക്കും. അതിൽ നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മളെ സെമിനാരിയിൽ വിട്ട അച്ഛനുണ്ട്, നമ്മുടെ അധ്യാപകരുണ്ട്, നമ്മുടെ ചേട്ടന്മാരും അനിയന്മാരും വലിയ അമ്മച്ചിമാരും മുതൽ പിഞ്ചു കുഞ്ഞുങ്ങൾ വരെയുണ്ട്. ഇവരൊക്കെ നമ്മുടെ കരങ്ങളിൽ മുത്തുമ്പം നമ്മുടെ കണ്ണിൽ കണ്ണുനീര് പൊടിയും. കാരണം നമുക്കറിയാം, ഇവരാരും മുത്തുന്നത് സച്ചിൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനല്ല, അവർ മുത്തുന്നത് ഈശോയെ എടുക്കുന്ന കരങ്ങളെയാണ്. തിരുവചനം ഇപ്രകാരം പറയുന്നു: എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവെ, കുരുകിൽ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷി കുഞ്ഞിന് ഒരു കൂടും അങ്ങയുടെ ബലിപീഠത്തിൽ കണ്ടെത്തുന്നുവല്ലോ. ദൈവത്തിന്റെ ബലിപീഠത്തിൽ തന്റെ സന്തോഷം കണ്ടെത്തി ആ സന്തോഷത്തെ അനേകർക്ക് പകർന്നുകൊടുത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലും യുവജനങ്ങളുടെ ഇടയിലും തരംഗമായി മാറിയ കപ്പുച്ചൻ സഭാംഗമായ സച്ചിൻ കപ്പൂച്ചൻ അച്ഛനാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്. തന്റെ ജീവിതത്തെ ദൈവത്തിനായി സമർപ്പിച്ച് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധേയനായ അച്ഛന്റെ തിരുപ്പട്ട സ്വീകരണം ഇക്കഴിഞ്ഞ നവംബർ 8-ാം തീയതിയായിരുന്നു. സെമിനാരി പഠനകാലത്ത് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിയ അച്ഛൻ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ് ജനിച്ചത്. അടിയുറച്ച ക്രൈസ്തവ വിശ്വാസിയായ ശ്രീ ബേബിയുടെയും മേഴ്സിയുടെയും 3 മക്കളിൽ ഇളയവനായി ജനിച്ചു. പഠനത്തോടൊപ്പം തന്നെ സംഗീതത്തിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിലും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള വൈദികനാണ് അദ്ദേഹം. നിത്യപുരോഹിതനായ യേശുവിന്റെ പൗരോഹിത്യ മുദ്ര സ്വീകരിച്ചുകൊണ്ട് അനേകം ആത്മാക്കളെ നേടുവാൻ സഭയാകുന്ന നൗകയിൽ യാത്ര ചെയ്യുന്ന അച്ഛന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക്. മറന്നിടല്ലേ നീയൊരു പുരോഹിതൻ. എന്താ പറയാ, എന്താ ഇപ്പൊ ചെയ്യാ, കൃപയെന്നല്ലാതെ ഇനി എന്നാ പറയാനാണ്. അതെ, ചില ദൈവവിളികൾ വ്യത്യസ്തങ്ങളാണ്. ദൈവത്തിൻ്റെ വിളികൾ ബൈബിളിലൂടെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്ന വ്യക്തിയും ഒരു വ്യത്യസ്തനായ പുരോഹിതനാണ്. അതെ, കത്തോലിക്ക സഭയിൽ ആദ്യമായി തന്നെ എന്ന് പറയാം. വൈദിക പരിശീലന കാലഘട്ടത്തിൽ തന്നെ വൈറലായ ഒരു വൈദികൻ.
തൻ്റെ ജീവിതം ക്രിസ്തുവിനായി സമർപ്പിച്ച് സംഗീതത്തിലൂടെ മറ്റുള്ളവർക്ക് ഈശോയെ പകർന്നു കൊടുത്ത സച്ചിൻ കപ്പൂച്ചിനോ എഫ്എമ്മിൻ്റെ വിശേഷങ്ങൾ. സച്ചിനച്ചാ, യെസ്, ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അച്ഛൻ്റെ വീഡിയോസൊക്കെ ഞാനും കാണാറുണ്ട്. ഭയങ്കര വൈറലാണ്, ഇൻസ്പയറിങ് ആണ് ചില മെസ്സേജുകളൊക്കെ. എന്തായിരിക്കാം ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ തന്നെ അച്ഛൻ സെമിനാരി വൈദിക പരിശീലന കാലഘട്ടം, അങ്ങനെ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആയ ഒരു സമയമാണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എന്തായിരിക്കണം ഒരു വൈദികനെന്ന്, എന്തായിരിക്കണം ഒരു സെമിനാരി വിദ്യാർത്ഥി എന്ന് സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൊടുത്ത ഒരു പുരോഹിതൻ തന്നെയാണ് അച്ഛൻ. അപ്പം അച്ഛൻ്റെ ഇൻസ്പയറിങ് വൊക്കേഷനെ കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കാം. എൻ്റെ വൊക്കേഷൻ സ്റ്റോറി എന്ന് പറയുമ്പം ഏകദേശം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിന് ശേഷമാണ് ഞാനിങ്ങനെ സെമിനാരിൽ ചേരുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് ഒരു കപ്പൂച്ചിൻ പുരോഹിതൻ തന്നെയാണ്. അദ്ദേഹം തന്ന ഒരു പുസ്തകം, അത് തന്നെയാണ് ശരിക്കും എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ചൊരു സംഭവം എന്ന് പറയുന്നത്. അതാണ് എൻ്റെ വൊക്കേഷൻ്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, അല്ലെങ്കിൽ ഒരു കപ്പൂച്ചിനാവാനായിട്ട് ഞാൻ തീരുമാനിച്ചതിന് പിന്നിൽ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ ഒരു ഉടുപ്പ് ഇട്ട് അങ്ങ് തിളങ്ങുവാണ് അച്ഛൻ. അച്ഛൻ്റെ ഈ ഉടുപ്പും കോഡും ഒക്കെ യുവജനങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻസ്പയറിങ് ആണ് കേട്ടോ. അച്ഛൻ എപ്പോഴെങ്കിലും അച്ഛൻ്റെ ഈ ഒരു പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് എനിക്കും വൈദികനാണെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങളിങ്ങനെ മെസ്സേജ് അയക്കുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളിങ്ങനെ പല കോളേജുകളും സ്കൂളുകളിലൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് പ്രോഗ്രാമിനൊക്കെ വേണ്ടി പോകാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചിലർ കണ്ടുമുട്ടാറുണ്ട്. ചിലർ സെമിനാരി ചേരുന്നതിനെക്കുറിച്ചും അച്ഛനാവുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ട് സെമിനാരി ചേർന്ന കുട്ടികൾ ഇപ്പോൾ 2, 3, 4 വർഷമായവരൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി സന്തോഷം. നമ്മുടെ ജീവിതങ്ങളും നമ്മൾ പറയുകയും പാടുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, ഈശോയെ അടുത്ത് അനുഗമിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ സന്തോഷമായിട്ട് മനസ്സിലാക്കുകയാണ്. എൻ്റെ വൊക്കേഷൻ സ്റ്റോറിയെക്കുറിച്ച് നേരത്തെ ചോദിച്ചിരുന്നല്ലോ, അതിലേക്ക് തന്നെ തിരിച്ചു വരാം. ഏകദേശം ഒരു 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ പള്ളിയിൽ, 9 അതോ അതിന് മുന്നേ ഉള്ള സമയത്താണ് ഞങ്ങളുടെ പള്ളിയിൽ ഒരു കൊച്ചച്ഛനായിട്ട് ആദ്യമായിട്ടൊരു കപ്പൂച്ചിനച്ഛൻ വരുന്നത്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ്, അധികം അങ്ങനെ കപ്പൂച്ചിൻ അച്ഛന്മാരെ കണ്ടിട്ടില്ല. കൂടുതൽ രൂപതാവിധികാരിയാണ് കണ്ടിട്ടുള്ളത്, വെള്ളം ഉടുപ്പിടുന്ന അച്ഛന്മാരെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പോഴാണ് ഒരു കപ്പൂച്ചിനച്ഛൻ വരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സും വേഷവിധാനമൊക്കെ വളരെ അധികം ഇഷ്ടപ്പെട്ടു. കാരണം സാധാരണ കാണുന്ന അച്ഛന്മാരിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഉടുപ്പ് തന്നെ ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കൂടുതൽ അദ്ദേഹമായിട്ട് അടുത്തു, സംസാരിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ ആശ്രമമൊക്കെ കാണാനായിട്ട് ഞങ്ങളെ ഇടയ്ക്ക് ക്ഷണിക്കും. അവധിക്കാലങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ പോയിട്ട് താമസിക്കും. ക്യാമ്പുകളൊക്കെ അവിടെ നടത്തും. അങ്ങനെ ബിജു എന്നായിരുന്നു അച്ഛൻ്റെ പേര്. അപ്പോൾ ആ അച്ഛൻ ഒരു ക്രിസ്മസ് അവധിക്കാലത്ത് തന്നൊരു പുസ്തകമുണ്ട്. ഒരു ചെറിയൊരു പുസ്തകമാണ്, ഒരു ചിത്രകഥയാണ്. അത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ്റെ ഒരു കഥയാണ്. ആ ഒരു പുസ്തകം വായിച്ച രാത്രി ഇന്ന് ഞാൻ ഓർക്കുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ച ഒരു യു-ടേണിലേക്ക് നയിച്ചൊരു പുസ്തകം എന്ന് പറയുന്നത് അത് തന്നെ, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. ഇന്നും ഒത്തിരി യുവജനങ്ങൾ, എങ്ങനെയാണ് പറയുക, ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ തീർത്ഥാടകരായിട്ട് പോകുന്ന ഒരു ഇടമാണ് അസീസി എന്ന് പറയുന്നത്. അപ്പം ഇന്നും യുവജനങ്ങളെ ഇങ്ങനെ തന്നിലേക്ക് ആകർഷിക്കുന്ന എന്തോ ഒരു സംഗതി അസീസിയിലെ ഫ്രാൻസിസിനുണ്ട്. ഈ ഫ്രാൻസിസ് എന്ന് പറയുന്ന ആളുടെ ജീവിതം ഭയങ്കര ഒരു വെല്ലുവിളി നിറഞ്ഞായിട്ട് എനിക്ക് തോന്നി. ഞാനും എൻ്റെ ലൈഫിൽ ചാലഞ്ചസ് ആയിട്ട് എടുക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ലൈഫാണ് ഇതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ ഈശോയെ അനുഗമിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെയാണ് കപ്പൂച്ചിൻ സഭയിൽ ചേർന്നത്. അപ്പോൾ എൻ്റെ ദൈവവിളി എന്ന് പറയുന്നത്, എൻ്റെ വൊക്കേഷൻ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രാൻസിസ്കൻ വൊക്കേഷൻ സ്റ്റോറിയാണ്, ഒരു കപ്പൂച്ചിൻ വൊക്കേഷൻ സ്റ്റോറിയാണ്. ഏകദേശം 2.5 ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള സച്ചിൻ കപ്പൂച്ചിൻ അച്ഛൻ്റെ ഇൻസ്റ്റഗ്രാം പേജുകൾ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അറിയാം ഒരു ദൈവികത അതിൻ്റെ അകത്ത് മുഴങ്ങിക്കേക്കാം. പലപ്പോഴും വൈദികൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്ന് ന്യൂജൻ കോൺസെപ്റ്റ് കാർലോ കിറ്റിസിനെയൊക്കെ പോലെ തന്നെ അടിപൊളിയായിട്ട് സുവിശേഷം സോഷ്യൽ മീഡിയയിലൂടെ യുവജനങ്ങൾക്ക് എങ്ങനെ പകർന്നു കൊടുക്കാൻ സാധിക്കും? എന്തായിരിക്കാം ആ ഒരു ഇൻസ്പയറിങ് സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വരാൻ അച്ഛനെ പ്രേരിപ്പിച്ച ഘടകം? റെസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് പറയുന്ന സെമിനാരിയിൽ നിന്ന് പബ്ലിക് ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാമിലൂടെ വചനം പ്രഘോഷിക്കുവാനുള്ള ആ മഹത്തായ ഒരു ഇൻസിഡൻറ്റ്. ശരിക്കും പറഞ്ഞാൽ ഈ അസീസിലെ ഫ്രാൻസിസ് പുള്ളിക്കിങ്ങനെ മാനസാന്തരം ഉണ്ടായ സമയത്ത്, ദൈവം പുള്ളിയുടെ ജീവിതത്തിൽ തൊട്ട ഒരു അനുഭവം ഉണ്ടായ സമയത്ത്, പുള്ളി തൻ്റെ ജീവിതത്തിലെ എല്ലാം ഉപേക്ഷിച്ച് ഈശോയെ ഫോളോ ചെയ്യാനായിട്ട് തീരുമാനിച്ച സമയത്തെക്കുറിച്ച്
പുള്ളി പിന്നീട് ഇങ്ങനെ എഴുതി വെക്കുന്നത് ഇങ്ങനെയാണ്: അന്ന് വരെ എനിക്ക് കയ്പായിരുന്നതെല്ലാം പിന്നീട് എനിക്ക് മധുരമായിട്ട് തീർന്നു. അന്ന് വരെ മധുരമായിരുന്നതെല്ലാം എനിക്ക് കയ്പായിട്ട് തീർന്നു. അതായത് അന്ന് വരെ ജീവിതത്തിൻ്റെ സകല സുഖങ്ങളും ആസ്വദിച്ച് ജീവിച്ചൊരു മനുഷ്യൻ പിന്നീട് അങ്ങോട്ട് പുള്ളിക്ക് അതൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല. അന്ന് വരെ പുള്ളി തീരെ ആസ്വദിക്കാത്ത കുറേ കാര്യങ്ങൾ അത് പുള്ളിക്ക് തികച്ചും ആസ്വാദികരമായിട്ട് തോന്നുകയാണ്. ഇപ്പം എൻ്റെ ലൈഫിലും ഇങ്ങനെ ഒരു കുഞ്ഞു ദൈവാനുഭവമൊക്കെ ഉണ്ടായി ഈശോയ്ക്ക് അടുത്തറിഞ്ഞ ഒരു സമയത്ത് എൻ്റെ ലൈഫിലും സംഭവിച്ചത് ഇത് തന്നെയാണ്. അന്ന് വരെ തീരെ അധികം വലിയ താല്പര്യമില്ലാതിരുന്ന കാര്യങ്ങൾ കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നി. പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും അങ്ങനെ വ്യക്തിപരമായിട്ട് പ്രാർത്ഥന നടത്താനും ബൈബിൾ വായിക്കാനും അതിനോടൊക്കെ ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ടാവാനായിട്ട് തുടങ്ങി. അതേപോലെ തന്നെ അന്ന് വരെ നമുക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങൾ, ഇപ്പം ഇങ്ങനെ സിനിമ, സോഷ്യൽ മീഡിയ, ഞങ്ങളുടെ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫേസ്ബുക്കായിരുന്നു കൂടുതൽ കുട്ടികളും ഫ്രണ്ട്സൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം അന്ന് വളരെ പോപ്പുലറായിരുന്നു ഫേസ്ബുക്കൊക്കെ. അപ്പം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു ഞാൻ. അപ്പം ഇങ്ങനെ ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായപ്പം എനിക്ക് അതിനോടൊക്കെയുള്ള താല്പര്യം പോവുകയാണ്. ഫ്രാൻസിസ് സംഭവിച്ച പോലെ ഒരു ട്രാൻസ്ഫോർമേഷൻ. അപ്പം അങ്ങനെ ഈ ഒരു സമയത്താണ് ഞാൻ സെമിനാരിൽ ചേർന്ന് 10th കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ എൻ്റെ ലൈഫിലെടുത്ത കുറേ തീരുമാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇത് തന്നെയായിരുന്നു. അതായത് ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല. അപ്പം ഫ്രാൻസിസിന് സംഭവിച്ച പോലെ തന്നെ എൻ്റെ ലൈഫിലും ഞാൻ വളരെയധികം ആസ്വദിച്ചിരുന്ന കാര്യങ്ങളോട് പതിയെ ഒരു വിരക്തി ഉണ്ടാവാൻ തുടങ്ങി. എനിക്ക് തീരെ ആസ്വാദകരല്ലാതിരുന്ന സംഭവങ്ങൾ ഞാൻ എൻജോയ് ചെയ്യാനും തുടങ്ങി. പറഞ്ഞ പോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന, ബൈബിൾ വായിക്കുക, ഈശോയോട് കൂടെ അല്പനേരം ഇരിക്കുക, ഡെയിലി കുർബാനയ്ക്ക് പോവുക, ഇതിനോടൊക്കെ മുന്നേ താല്പര്യം ഉണ്ടായിരുന്നില്ല, പിന്നീട് താല്പര്യം വരികയാണ്. അതേപോലെ തന്നെ ഒത്തിരി താല്പര്യം ഉണ്ടായിരുന്ന കാര്യങ്ങൾ, ഇങ്ങനെ സിനിമ കാണുക, ഗെയിം കളിക്കുക, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. ഞങ്ങളുടെ സമയത്ത് ഏറ്റവും കൂടുതൽ കത്തി നിന്നൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഫേസ്ബുക്കാണ്. അപ്പം ഒത്തിരി സമയം ഫേസ്ബുക്കിലൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പം ശരിക്കും ഇങ്ങനെ ഒരു ഫ്രാൻസിസിനെയൊക്കെ അടുത്തറിഞ്ഞ് ഈശോയിലൊക്കെ അടുക്കുന്ന സമയത്ത് ഫേസ്ബുക്കിനോടൊക്കെയുള്ള ഇൻട്രസ്റ്റൊക്കെ പോവുകയാണ്. സെമിനാരി ചേരുന്നതിന് മുന്നേ ചെയ്ത ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഒപ്പം തന്നെ എടുത്തൊരു തീരുമാനം ഇതാണ്: ഇനി ഒരിക്കലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല. കാരണം എൻ്റെ ലൈഫിൽ ഒത്തിരി സമയം ഞാൻ സോഷ്യൽ മീഡിയയിൽ കളഞ്ഞിട്ടുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, ഒത്തിരി സമയം വേസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം സെമിനാരി ചേർന്നപ്പോൾ എടുത്തൊരു തീരുമാനം ഇതാണ്: ഒരിക്കലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല എന്നുള്ളത്. ആ ഒരു തീരുമാനത്തോടു കൂടി തന്നെ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 8 വർഷം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. 8 വർഷം കഴിഞ്ഞു. ഒരല്പം നീണ്ട സ്റ്റോറിയാണ്. ഏകദേശം 8 വർഷം കഴിഞ്ഞ സമയത്ത് ഞാനും എൻ്റെ കൂടെ ഒരു സീനിയർ അച്ഛനും കൂടെ ഞങ്ങളൊരു ക്യാമ്പിന് വേണ്ടിയിട്ട് മാനന്തവാടിയിലെ ഒരു പള്ളിയിൽ പോവുകയാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു 3 ദിവസത്തെ ഇങ്ങനെ ക്യാമ്പ് റിട്രീറ്റ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള 3 ദിവസത്തെ പ്രോഗ്രാം. ഞങ്ങളെ സഹായിക്കാനായിട്ട് കൂടെ കുറച്ച് CMC സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രോഗ്രാമിന് എങ്ങനെയായിരുന്നു വെച്ചാൽ ഞാനും അച്ഛനും ഇങ്ങനെ കുട്ടികൾക്ക് ക്ലാസ്സുകൾ എടുക്കും. അവർക്ക് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പാട്ട്, ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സമയത്ത് ഞങ്ങളെ സഹായിക്കുന്ന സിസ്റ്റേഴ്സ് കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കും. അപ്പം നമ്മളിങ്ങനെ ക്ലാസ്സുകൾ എടുക്കുന്ന ആ സമയത്ത് സിസ്റ്റേഴ്സ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ കുട്ടികളെ വിളിച്ചുകൊണ്ട് പോയി അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാനൊരു ദിവസം ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ കൗൺസിലിങ്ങിന് സിസ്റ്റേഴ്സിൻ്റെ കൂടെ പോയിട്ട് തിരിച്ചു വരുന്ന കുട്ടികളുടെ മുഖത്തൊക്കെ ഒരു ഭയങ്കര വ്യത്യാസമുണ്ട്. ഇവരൊക്കെ അത്രയും നേരം ഡള്ളായിരുന്നിരുന്ന കുട്ടി ഒരു കൗൺസിലിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താണ് സംഭവിക്കുന്നത്, എന്ത് മറിമായാണ് സിസ്റ്റേഴ്സ് കാണിക്കുന്നത്. അപ്പോൾ ഈ ക്യാമ്പ് കഴിയുന്ന ദിവസം ഞാൻ എൻ്റെ കൂടെയുള്ള സീനിയർ ആയിട്ടുള്ള അച്ഛനോട് ചോദിച്ചു: അച്ഛാ, എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്കൊരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഈ കുട്ടികളിലൊക്കെ ഇങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ട്, അവരൊക്കെ കൗൺസിലിങ്ങിന് പോയിട്ട് വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു പിന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ആ കൂട്ടത്തിൽ ഒരു സീനിയർ ആയിട്ടുള്ള സിസ്റ്ററെ വിളിച്ചു. ഒരു ഗിഫ്റ്റഡ് ആയിട്ടുള്ളൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പം സിസ്റ്ററെ വിളിച്ചു, ബ്രദറിന് ഒരു കൗൺസിലിംഗ് കൊടുക്കാമെന്ന് ചോദിച്ചു. സിസ്റ്റർ പറഞ്ഞു തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളിങ്ങനെ നമ്മുടെ പള്ളിയുടെ സങ്കീർത്തിയിൽ ഇങ്ങനെ ഞാൻ സിസ്റ്റർ ഇങ്ങനെ കസേര ഇങ്ങനെ മുഖാമുഖം ഇട്ടിട്ട് ഇരിക്കുകയാണ്. സിസ്റ്റർ ഒരു ബൈബിൾ തുറന്നു വെച്ചു ഞങ്ങൾക്ക് നടുവിൽ. എന്നിട്ട് സിസ്റ്റർ ബൈബിൾ വായിച്ചു പ്രാർത്ഥിച്ചു, പിന്നെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു. എന്നിട്ട് സിസ്റ്റർ അന്ന് വരെ എൻ്റെ ലൈഫിൽ നടന്ന ഓരോ സംഭവങ്ങൾ സിസ്റ്റർ ഇങ്ങനെ പറയാൻ വേണ്ടി തുടങ്ങി, പല കാര്യങ്ങളും. അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള സീനിയർ അച്ഛനോട് ചോദിച്ചു എനിക്കൊരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അച്ഛൻ ആ കൂട്ടത്തിൽ തന്നെ ഒരു ഗിഫ്റ്റഡ് ആയിട്ടുള്ളൊരു സിസ്റ്ററിനെ വിളിച്ചിട്ട് എന്നെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ബ്രദറിനൊരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാൻ കൊള്ളാമെന്നുണ്ട്, സിസ്റ്റർ ഒന്ന് കൗൺസിൽ ചെയ്യണം. അപ്പോൾ സിസ്റ്റർ സന്തോഷത്തോടെ അത് ഏറ്റെടുത്തു. സിസ്റ്റർ എന്നെയും കൊണ്ട് സങ്കീർത്തിയിലേക്ക് പോയി. അവിടെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കസേര ഇങ്ങനെ മുഖാമുഖം ഇട്ടിട്ട് ഇരിക്കുകയാണ്. സിസ്റ്റർ ഞങ്ങളുടെ നടുവിലൊരു ബൈബിൾ തുറന്നു വെച്ചു. സിസ്റ്റർ അതിൽ നിന്നൊരു ബൈബിൾ വായിച്ചു. എന്നിട്ട് സിസ്റ്റർ പ്രാർത്ഥിച്ചു, സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി.
പിന്നീട് സിസ്റ്റർ എൻ്റെ ലൈഫിൽ നടന്ന പല സംഭവങ്ങൾ ഇങ്ങനെ ഓരോന്നോരോ പറയുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വണ്ടറടിച്ച് കേൾക്കുകയാണ്. സിസ്റ്റർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു, ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ, എങ്ങനെ സംഭവിച്ചിട്ടില്ല അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഞാനെല്ലാം ശരിയാണെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വളരെ അത്ഭുതത്തോടെ കേൾക്കുകയാണ്. എന്നിട്ട് സിസ്റ്റർ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്. സിസ്റ്റർ പറഞ്ഞു, ഇങ്ങനെ ബ്രദർ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് യുവജനങ്ങളോടൊക്കെ സംസാരിക്കുന്നത് കാണുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ഇതുവരെ പറഞ്ഞൊക്കെ ശരി, ഇത് എനിക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ സെമിനാരി ചേർന്നപ്പോൾ എടുത്തൊരു തീരുമാനമുണ്ട്, ഒരിക്കലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിച്ച ഒരാളാണ്. അപ്പം ഇതിന് തീരെ സാധ്യതയില്ലെന്ന് പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് സിസ്റ്റർ വീണ്ടും പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇതേ കാര്യം തന്നെ എന്നോട് പറഞ്ഞു. പിന്നെ പ്രായമൊക്കെ ഉള്ള സിസ്റ്ററിലെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ കൂടുതൽ തർക്കിക്കാനൊന്നും പോയില്ല. ഞാനത് സമാധാനത്തോടെ കേട്ടു പോന്നു. അങ്ങനെ ഏകദേശം ഈ സംഭവം കഴിഞ്ഞൊരു 2 വർഷം കഴിഞ്ഞു. ആ സമയത്താണ് ഞാനിങ്ങനെ തിയോളജി പഠിക്കാൻ വേണ്ടിയിട്ട് കോട്ടയത്തുള്ള ഞങ്ങളുടെ സെമിനാരിയിലേക്ക് വരുന്നത്. അപ്പോൾ അന്ന് വരെ ഞങ്ങൾക്കിങ്ങനെ ഇൻ്റർനെറ്റ് ആക്സസ് ഒന്നും ഉണ്ടായിരുന്നില്ല സെമിനാരികളിൽ. അത്രയും വർഷങ്ങൾ നമ്മളങ്ങനെ റെഗുലർ ഇൻ്റർനെറ്റ് യൂസ് ഒന്നുമില്ല. അപ്പോൾ തിയോളജി ഹൗസിലെത്തുമ്പോഴാണ് നമുക്കൊരു കഫേ പോലെ ഒരു ഇൻ്റർനെറ്റ് ഒരു കമ്പ്യൂട്ടർ ലാബുണ്ട്. അപ്പോൾ അവിടെ 24/7 ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ കുറച്ച് ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ എൻ്റെ ചിത്രം വരയുടെയും എൻ്റെ ചിത്രങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ആരാധകർ എൻ്റെ ചേട്ടനും ചേച്ചിയായിരുന്നു. അപ്പോൾ സെമിനാരി ചേർന്നാൽ പിന്നെ ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങളോ എൻ്റെ കലാസൃഷ്ടികളോ ഒന്നും ഇവരെ കാണിക്കാനായിട്ട് യാതൊരു ഓപ്ഷനും ഇല്ല. കാരണം ഞങ്ങൾക്ക് സ്വന്തം മൊബൈലില്ല, സ്മാർട്ട് ഫോണില്ല. അപ്പം ഒരു ചിത്രം വരച്ചാലും അടുത്ത വെക്കേഷനാണോ ഇവരൊന്ന് കാണിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇവർ വല്ലപ്പോഴും ഒക്കെ 1-2 തവണ വീട്ടിൽ വരുന്ന സമയത്ത് സെമിനാരി വരുന്ന സമയത്ത് കണ്ടാലേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പം എൻ്റെ കൂടെയുള്ളവരൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ അവിടെ സെമിനാരി തിയോളജിയിൽ ചെന്നേ പിന്നെ അവരൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ എനിക്കിതൊക്കെ ഇന്ന് ഫോട്ടോ എടുത്ത് കമ്പ്യൂട്ടറിലിട്ട് ഇവർക്ക് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് കാണാൻ പറ്റുമല്ലോ. ഞങ്ങൾക്ക് അവിടെ ഒരു കോമൺ ആയിട്ടൊരു ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാലോ എന്ന് ആലോചിച്ചു. അപ്പോൾ അങ്ങനെ എൻ്റെ പെയിൻറ്റിങ്സും എൻ്റെ ചെറിയ ചെറിയ ഡ്രോയിങ്സൊക്കെ വീട്ടുകാരെയും ചേട്ടനെയും ചേച്ചിയും ഒക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു അക്കൗണ്ടാണ് എൻ്റെ സച്ചിൻ കപ്പൂച്ചി എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജ്. പിന്നീട് ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ ഗിറ്റാറൊക്കെ വായിക്കുമായിരുന്നു. അപ്പോൾ ഈ ഗിറ്റാറൊക്കെ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ പൊടി പിടിച്ചിരിക്കുകയാണ്. അപ്പം വെറുതെ ഒരു പാട്ടൊക്കെ പാടി വായിച്ചിട്ടാലോ എന്ന് തോന്നി. അങ്ങനെ ആലോചിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ടൊരു പാട്ട് പാടിയിട്ട് ഇൻസ്റ്റഗ്രാമിലിടുന്നത്. അങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ ഇട്ടു. അപ്പോൾ അതിനൊക്കെ വന്ന കമൻസ് എന്ന് പറയുന്നത് എന്നെ ഒത്തിരി സ്വാധീനിച്ചു. കാരണം വെറുതെ കുറച്ച് ഹാർട്ടിൻ്റെ സിമ്പലോ അല്ലെങ്കിൽ വെറും ഇങ്ങനെ ഫയറിൻ്റെ സിമ്പലോ ഒന്നുമല്ല. ചിലരൊക്കെ പറഞ്ഞു നിങ്ങളുടെ ചില പാട്ടുകൾ അല്ലെങ്കിൽ ശബ്ദമൊക്കെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ട് ഞങ്ങളെ, അല്ലെങ്കിൽ വളരെ ദൈവത്തിന് അകന്ന് നിന്നൊരു സാഹചര്യമായിരുന്നു. ഈ പാട്ട് കേട്ടപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് തോന്നി, അല്ലെങ്കിൽ ഈശോ അടുത്തുള്ളതായിട്ട് അനുഭവപ്പെട്ടു, അങ്ങനെ ഒരു ആത്മീയതയിലേക്ക് വളരാനൊക്കെ സഹായിച്ചു എന്നൊക്കെ പലരും ആത്മാർത്ഥമായിട്ട് പറഞ്ഞപ്പം എനിക്ക് തോന്നി ഇതെൻ്റെ ഒരു സ്പെഷ്യൽ കോഡിങ് ആണെന്ന് ഞാനിങ്ങനെ പതിയെ തിരിച്ചറിയായിരുന്നു. പിന്നീട് അങ്ങോട്ട് പിന്നെ കൂട്ടുകാരെയൊക്കെ കൂട്ടി വീഡിയോസും പാട്ടുകളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെയാണ് ആ ഒരു സംഭവം ആരംഭിക്കുന്നത്. അപ്പോൾ ഞാനൊരിക്കലും പ്ലാൻ ചെയ്തതോ ഞാൻ ഡെലിബറേറ്റ്ലി ചിന്തിച്ചുറപ്പിച്ച് ചെയ്തൊരു സംഭവമൊന്നുമല്ല ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുതെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷേ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, എന്നാൽ അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണെന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു ഇതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അച്ഛാ എന്താ പറയുക, എന്താ ഇപ്പം ചെയ്യുക, ആ പാട്ട് ഓൾറെഡി പ്രേക്ഷകർ കേട്ട് കഴിഞ്ഞു. അടിപൊളി സോങ്ങാണ്. അച്ഛൻ്റെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മറ്റൊരു സോങ് ആരെങ്കിലുമൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചേക്കാം, ഈ ഒരു പാട്ട് അടിപൊളിയായിരിക്കും. ആ ഒരു പാട്ടിന് ശേഷം അച്ഛൻ്റെ ഹൃദയസ്പർശിയായി ഈശോയെ കൊടുക്കാൻ പറ്റിയ ഒരു സംഗീതം ഒന്ന് പ്രേക്ഷകർക്ക് പാടിത്തരാമോ? തീർച്ചയായിട്ടും. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ 3 സഹോദരന്മാരും കൂടി ഉണ്ടായിരുന്നു. ഒരാൾ എൻ്റെ തന്നെ ബാച്ച്മേറ്റ് ആണ്, ബിജോയ്. അതുപോലെ തന്നെ 2 സീനിയേഴ്സ് ഉണ്ട്, ദേവസി, അലക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ 4 പേരും കൂടെ പാടിയ നന്ദിയോടെ ഞാൻ എന്ന് പറയുന്ന ഒരു ഫേമസ് സോങ് ഉണ്ടല്ലോ, ആ പാട്ടിൻ്റെ ഒരു മൾട്ടിലിംഗ്വൽ വേർഷൻ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു 5 ഭാഷകളിലായിട്ട്. അതിൻ്റെ ചില വരികൾ നമുക്ക് പാടാം.
നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. धन्यवाद के साथ स्तुति गाऊंगा हे यीशु मेरे खुदा. उपकार तेरे है बेशुमार, कोटि कोटि स्तुति धन्यवाद. എന്നിൽ അടങ്ങ നന്മകൾ യാവയും എനക്കളിത്തിടും നാഥനേ. കൽപ്പനേകി മീരിത മേലുകല തോരിധി കരുണാമയനേ. കൃതജ്ഞതോ സ്തുതി പാടിതേൻ నా యేసునాథ. నాకై నీవు చేసిన మేలుకల తొరిధి కరుణామయనే. അച്ഛൻ പറഞ്ഞ കാര്യം 100% സത്യമാണ്. കാരണം അച്ഛൻ്റെ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുവാൻ തോന്നും. ഏത് പ്രാർത്ഥിക്കാത്തവനും ഒന്ന് കൈകൂപ്പി പോകുന്ന അതിമനോഹരമായ ദൈവത്തിൻ്റെ ഇടപെടലുള്ള ഒരു ശബ്ദമാധുരി. അച്ഛൻ ഈ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ ഇൻസ്പയറിങ് മെസ്സേജുകളൊക്കെ കൊടുക്കാറുണ്ടല്ലേ യുവജനങ്ങൾക്ക്? അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു യുവജനം, ഒരു യുവാവ് എന്തെങ്കിലും മെസ്സേജോ, അതായത് നിരാശയിൽപ്പെട്ട ഒരു വ്യക്തിക്ക് പ്രത്യാശയാകുവാൻ കഴിഞ്ഞ ആ ഒരു അവസരത്തെക്കുറിച്ച്, ഏതെങ്കിലും ഒരു സാഹചര്യത്തെക്കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കാം? തീർച്ചയായിട്ടും അങ്ങനെ ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്നെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫോഴ്സ്, അല്ലെങ്കിൽ ഇത് ദൈവം ആഗ്രഹിക്കുന്നതാണ് എന്നൊക്കെ എന്നിലൊരു തോന്നലുണ്ടാക്കുന്ന ഇത്തരം മെസ്സേജുകളാണ്. നമ്മളിങ്ങനെ ഓരോ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ആളുകളുടെ ലൈഫിനെ എങ്ങനെ തൊടുന്നുണ്ട്, ദൈവം ഈ എൻ്റെ ചെറിയ വാക്കുകളിലൂടെ, എൻ്റെ നിസ്സാരമായുള്ള സംഗീതത്തിലൂടെയൊക്കെ ആളുകളെ എങ്ങനെ തൊടുന്നുണ്ട്, അവരുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുന്നുണ്ട് എന്നൊക്കെ അവരിൽ നിന്ന് തന്നെ കേൾക്കുന്ന, അവരയക്കുന്ന മെസ്സേജുകൾ തന്നെയാണ് ശരിക്കും ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ വീണ്ടും ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള മെസ്സേജുകളിൽ ഞാൻ വളരെ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുന്നത്, അത് എനിക്ക് നേരിട്ട് അയച്ച മെസ്സേജ് അല്ല, എന്നോട് ഞങ്ങളെ നോവിഷേറ്റിൽ പഠിപ്പിച്ച ഞങ്ങളുടെ നോവിസ് മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ കുറച്ച് ഒരു 1-1.5 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തൊരു വീഡിയോ ഉണ്ട്, ഡെഡ് മാൻ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു ഇതിവൃത്തം ഇങ്ങനെയാണ്. ഞാൻ ഒരു കഥയാണ്, ഒരു സംഭവകഥയാണ് ഇത്. പൗലോ കൊയ്ലോയുടെ ലൈക്ക് എ ഫ്ലോയിങ് റിവർ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഞാൻ വായിച്ചാണ്. അതൊരു ബിൽഡിങ് ഗവൺമെൻറ് പൊളിച്ചു കളയാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഇത് വിദേശത്തൊരു രാജ്യത്താണ് നടക്കുന്നത്. ഒരു ബിൽഡിങ് ഗവൺമെൻറ് പൊളിച്ചു കളയാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ പൊളിച്ചു കളയുന്നതിന് മുന്നേ മുറികളിങ്ങനെ ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ്. മുറികൾ പരിശോധിക്കുന്നതിനിടയിൽ അവരൊരു റൂമിൽ ചെല്ലുമ്പം അവിടെ ഒരു ഡെഡ് ബോഡി കിടക്കുകയാണ്. അതായത് അസ്ഥികൂടം കിടക്കുകയാണ് ഒരു കട്ടിലയിൽ. അപ്പോൾ അവർ ഞെട്ടിപ്പോയി. അവർ കൂടുതലായിട്ട് അന്വേഷിച്ചു, ആ ഡെഡ് ബോഡി പഠിച്ചു. അപ്പോൾ അവർ മനസ്സിലാക്കുന്ന ഏകദേശം 20 വർഷത്തോളമായി ആ മനുഷ്യൻ മരിച്ച് അവിടെ കിടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അവസാനം ഇങ്ങനെ പൗലോക്കിൽ ഇങ്ങനെ എഴുതി വെക്കുന്നത്, എന്തൊരു ഭീകരമാണിത്, 20 വർഷമായിട്ടും ആ മനുഷ്യനെ ആരും തേടി വന്നിട്ടില്ല, ആരും അയാളെ അന്വേഷിച്ച് വന്നിട്ടില്ല, അയാൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും ആരും അന്വേഷിച്ചിട്ടില്ല. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലൊന്നും ഒരു അന്വേഷണം ഒന്നും നടന്നിട്ടില്ല. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ ഞാൻ എൻ്റെ വീഡിയോയുടെ അവസാനം ചോദിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളൊരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ വിളിച്ച് ചോദിക്കാനായിട്ട്, നിങ്ങൾ എവിടെ എത്തി മോനെ എന്ന് ചോദിക്കാനായിട്ട് ഒരു അപ്പനോ അമ്മയോ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ച് ശല്യപ്പെടുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അവസാനിപ്പിക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ മരണത്തിൻ്റെ വക്കിൽ, മരണത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്ന, ആത്മഹത്യ ചെയ്യാനായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരാൾ അതിൽ നിന്ന് പിന്മാറി. എന്നിട്ട് അയാൾ ഇത് ഞങ്ങളുടെ തന്നെ ഒരു കപ്പൂച്ചൻ അച്ഛനോട് പറഞ്ഞു. ആ അച്ഛൻ എന്നോട് ഈ കാര്യം പറഞ്ഞപ്പം എനിക്കത് എൻ്റെ ഉള്ളിൽ തന്ന സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. കാരണം ഒരാളുടെ ജീവനെ പിടിച്ചു നിർത്താനായിട്ട്, അയാൾക്ക് ജീവിക്കാനൊരു പ്രതീക്ഷ കൊടുക്കാനായിട്ട് എൻ്റെ
വാക്കുകൾക്ക് സാധിച്ചല്ലോ എന്നുള്ളത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് കാണുകയാണ്. നമ്മളൊരു വീഡിയോ ഒന്ന് ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെയൊക്കെയുള്ള ഇഫക്റ്റുകൾ അതിനുണ്ടാവുമെന്ന് ഒരിക്കലും ചിന്തിക്കുന്നില്ല. നമ്മൾ ചിലപ്പോൾ വെറുതെ രസത്തിന് ചെയ്യുന്നതാവും, അല്ലെങ്കിൽ നമ്മളെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നതാവും. പക്ഷേ നമ്മളറിയാത്ത രീതിയിൽ ദൈവം നമ്മളിലൂടെ, നമ്മുടെ കുഞ്ഞു വാക്കുകളിലൂടെ ആളുകളെ തൊടുന്നുണ്ട്, സ്പർശിക്കുന്നുണ്ട്, അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നുണ്ടെന്നൊക്കെ അറിയുമ്പം ഒത്തിരി സന്തോഷമാണ്. അച്ഛാ, നവംബർ 8 അച്ഛൻ്റെ പൗരോഹിത്യ സ്വീകരണമായിരുന്നു. ഈ നവംബർ 8-ന് കാരണം സെമിനാരിലായിരുന്ന സമയത്ത് തന്നെ ആളുകളിലേക്ക് സച്ചിനച്ഛനെക്കുറിച്ച് നിരവധി യുവജനങ്ങൾക്കിടയിൽ തന്നെ ഒരു ഇൻസ്പയറിങ് പേഴ്സണാലിറ്റി ആയിരുന്നു അച്ഛൻ. അച്ഛൻ്റെ ആ പൗരോഹിത്യ സ്വീകരണ സമയത്ത് ലൈവ് കണ്ടവരിൽ ഒരാൾ ഞാനും കൂടെയാണ്. കാരണം അത്രയും ഇൻസ്പയറിങ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റ്സ് ആയിരുന്നു അങ്ങയുടെ ആ പൗരോഹിത്യ സ്വീകരണം നവംബർ 8-ന്. ഒരു അമ്മ ഒരു കുഞ്ഞിനെ പോറ്റി വളർത്തി അതിന് ഒരു ജീവിതം കൊടുക്കുന്ന ഒരു സമയമാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. 12.5 വർഷത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം ആ ഒരു മൊമെൻറ്റ്സ്, ഈശോയുടെ ശരീരവും രക്തവും കൈകളിലെടുത്തപ്പോഴുണ്ടായ ആ ഒരു ഇൻസ്പയറിങ് ടൈം ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും എൻ്റെ ലൈഫിലെ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഓർഡിനേഷൻ ഡേ എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഇന്നും ഇങ്ങനെ മരണം വരെ ഇന്നും ഒരു പുഞ്ചിരിയോടുകൂടി ഓർക്കുന്ന, അല്ലെങ്കിൽ ഓർത്താൽ കണ്ണ് നിറഞ്ഞു പോകുന്നൊരു ദിവസമാണത്. കാരണം അത്രമാത്രം അനുഗ്രഹങ്ങൾ നിറഞ്ഞൊരു ദിവസമായിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഒത്തിരി ആളുകളുടെ പ്രാർത്ഥന ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മുടെ വീട്ടുകാരോ നമ്മുടെ കൂട്ടുകാരോ മാത്രമൊന്നുമല്ല, എനിക്കറിയാത്ത ഒത്തിരി ആളുകൾ. ഇപ്പം നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓർഡിനേഷനാണ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റൊക്കെ ഇടുന്ന സമയത്തൊക്കെ എനിക്ക് നേരിട്ടറിയാത്ത ഒത്തിരി ആളുകൾ ഇത് കാണുന്നുണ്ട്, അവരിതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം എനിക്കറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒത്തിരി ആളുകളുടെ പ്രാർത്ഥനയുടെ ഒരു വലിയ ബലം, സപ്പോർട്ട്, അവരുടെയൊക്കെ കരങ്ങളിന്മേലാണ് ഞാൻ നിന്നിരുന്നത്, അവരുടെ പ്രാർത്ഥനയുടെ കരങ്ങളിന്മേലാണ് ഞാൻ നിന്നിരുന്നത്. അപ്പം ഒത്തിരി വലിയൊരു ദൈവാനുഭവത്തിൻ്റെ ദിവസം തന്നെയായിരുന്നു അത്. ഒപ്പം തന്നെ ആ ഒരു ദിവസം ഓർക്കുമ്പോൾ ഒരേ സമയം എനിക്ക് പേടിയാവുന്നും കൂടിയുണ്ട്. കാരണം വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് അന്ന് ഈശോ നമ്മുടെ ഒരു സാധാരണ മനുഷ്യൻ്റെ കരങ്ങളിൽ, അവൻ്റെ ചുമലുകളിൽ വെച്ച് തരുന്നത്. സന്തോഷത്തോടൊപ്പം തന്നെ ഒത്തിരി പേടിയും കൂടെ തോന്നുന്നൊരു ദിവസമാണത്. പേടിയെന്ന് പറയുമ്പം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്ന് ഈശോ ഒരു സാധാരണ മനുഷ്യൻ്റെ കരങ്ങളിൽ, അവൻ്റെ ചുമലുകളിൽ വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഈ പുരോഹിത പട്ടം കൊടുക്കുന്ന ശുശ്രൂഷ കഴിഞ്ഞ് ആദ്യത്തെ കുർബാന കഴിഞ്ഞിട്ട് ഒത്തിരി ആളുകൾ വന്നിട്ട് നവവൈദ്യൻ്റെ കരങ്ങൾ ചുംബിക്കും. അത് ഒത്തിരി സമയം നീണ്ടുനിൽക്കുന്ന ഒരു ചടങ്ങാണ്. അന്ന് അവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകളും, അതിലെനിക്ക് അറിയുന്ന ആളുകളുണ്ട്, അറിയാത്ത ആളുകളുണ്ട്, പണ്ട് നമ്മൾ പഠിപ്പിച്ച അധ്യാപകരുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത ദിവസം പരിചയപ്പെട്ട ആളുകളുണ്ട്. അപ്പം അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ വന്നിട്ട് നമ്മുടെ കരങ്ങൾ ചുംബിക്കുകയാണ്. പിന്നെ നമ്മൾ പട്ടം കഴിഞ്ഞ് ഉള്ള ദിവസങ്ങളിൽ നമ്മൾ എവിടെ പോയാലും ആളുകൾ വന്ന് നമ്മുടെ നവവൈദികനാണെന്ന് പറയുമ്പോൾ തന്നെ പരിചയമില്ലെങ്കിൽ ഇപ്പോൾ ആരും വന്ന് നമ്മുടെ കരങ്ങൾ ചുംബിക്കുകയാണ്. അപ്പം ശരിക്കും അവർ ചുംബിക്കുന്നത് എന്നെയാണോ, എൻ്റെ കരങ്ങളാണോ? അല്ല. അവർ ഈ കരത്തിൽ തൊടുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ കരങ്ങളിൽ ചുംബിക്കുമ്പം അവർ ചുംബിക്കുന്ന ഈശോയുടെ കരങ്ങളാണ്, അവർ തൊടുന്നത് ഈശോയാണ്. അപ്പം അത് എന്നിൽ ഉണർത്തുന്നത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് അവർ എന്നിൽ കാണുന്ന ഈശോയായിട്ട് ഞാൻ ജീവിക്കണം. പുരോഹിതപ്പട്ടം എനിക്ക് നൽകുമ്പോൾ ആളുകൾ എന്നെ ഒരു പുരോഹിതനായി കാണുമ്പോൾ ഈശോയുടെ കരങ്ങളാണെന്ന് വിചാരിച്ച് അവരെൻ്റെ കരങ്ങളെ ചുംബിക്കുമ്പം, അല്ലെങ്കിൽ ഈശോയെ എടുക്കുന്ന കരങ്ങളെ ചുംബിക്കുമ്പം ശരിക്കും അതിനനുസരിച്ച് വിശുദ്ധമായിട്ടൊരു ജീവിതം നയിക്കാനായിട്ട് ഞാൻ അവിടെ റെസ്പോൺസിബിൾ ആവുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരേ സമയം ഒത്തിരി സന്തോഷവും അതേപോലെ തന്നെ ഒത്തിരി ഭീതിയും തോന്നുന്ന ഒരു ദിവസമാണത്. കാരണം വളരെ വിശുദ്ധമായിട്ടുള്ളൊരു ജീവിതം, ഈശോയെ പോലെ തന്നെ ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവനാണ് നീ, മരണം വരെ, അവസാന ശ്വാസം വരെ അതുപോലെ ജീവിക്കേണ്ടവനാണ് നീ എന്നുള്ളൊരു വലിയൊരു ബോധ്യമാണ് ആ ഒരു ദിവസവും നമ്മുടെ കരങ്ങൾ ചുംബിക്കുന്ന ഒരു ചടങ്ങൊക്കെ നമ്മളിൽ ഉണർത്തുന്നതെന്ന് പറയുന്നത്. യൂത്തന്മാരോട് അച്ഛന് എന്താണ് പറയാനുള്ളത്? ഈ ഒരു യുഗത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കേണ്ട ആളുകളാണ്, നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യേണ്ട ആളുകളാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളവർക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന അങ്ങിൽ നിന്ന് ഒരു യുവജനം ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടാവും. എന്തായിരിക്കാം യുവജനങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ്? യുവജനങ്ങളോട് എനിക്കെന്നും പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്,
നിങ്ങളൊരിക്കലും ലൈഫിൽ ഈശോയെ മിസ് ചെയ്യരുത്. മിസ് ചെയ്തു പോയാൽ അത് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും തേടുന്നത് സന്തോഷമാണ്, സമാധാനമാണ്. പക്ഷെ നമ്മൾ തെറ്റായ സ്ഥലങ്ങളിലാണ് ഈ ശരിയായ സാധനങ്ങൾ പലപ്പോഴും തേടുന്നത്. സന്തോഷവും സമാധാനമൊക്കെ തേടി നമ്മൾ പല വഴികളിലേക്ക് പോവുകയാണ്. വഴികൾ പലപ്പോഴും തെറ്റാണ്. ചിലർ ഡ്രഗ്സിൻ്റെ പുറകെ പോകുന്നു, ആൽക്കഹോള്, മദ്യപാനം, മറ്റ് ദുശീലങ്ങൾ, അങ്ങനെ പലതിൻ്റെയും പുറകെ പോകുന്നു. പക്ഷെ അവസാനം അവർക്കിത് കിട്ടുന്നുണ്ടോ? സമാധാനവും സന്തോഷവും ഇല്ല. അവരുടെ അവസ്ഥ ആദ്യത്തേതിനേക്കാളും മോശമാവുക ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും, നിലനിൽക്കുന്ന സന്തോഷവും നിലനിൽക്കുന്ന സമാധാനവും കണ്ടെത്തിയിട്ടുള്ളത് ഈശോയിൽ മാത്രമാണ്. അപ്പം എൻ്റെ യുവജനങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളോടും അനിയന്മാരോടും അനിയത്തിമാരോടും ചേട്ടന്മാരോടും ചേച്ചിമാരോടൊക്കെ പറയാനുള്ള ഇതാണ്: ഈശോ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഈശോ തരുന്ന പോലെ ഒരു സന്തോഷം സമാധാനം ലോകത്തിൽ ഒന്നിനും തരാൻ വേണ്ടി പറ്റില്ല. അത് വേണമെങ്കിൽ എഴുതി ഒപ്പിട്ട് തരാം. ആ ഒരു സന്തോഷം സമാധാനം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നൊരു ഈ ഉടുപ്പിട്ട് ഇവിടെ നിൽക്കുന്നത്, ഒരു കപ്പൂച്ചനായിട്ട് ജീവിക്കുന്നത്, ഒരു വൈദികനായിട്ട് ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ഈ ഒരു ലൈഫിന് മുന്നിട്ടിറങ്ങുന്ന എല്ലാം ഭ്രാന്തന്മാരല്ലേ. നമുക്ക് ലോകത്തിൻ്റെ കണ്ണുകളോട് നോക്കുമ്പോൾ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു 100 വഴികളുണ്ട് നമ്മുടെ മുന്നിൽ. പക്ഷെ അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു ലൈഫ് തിരഞ്ഞെടുക്കുന്നതിന് പിന്നിലെ കാരണം എന്താണ്? അത് ഒന്ന് മാത്രമാണ്: ഇതിനും വലിയ സന്തോഷം തരുന്ന എന്തോ ഒന്നുണ്ട്. ആ സന്തോഷത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഈശോ തന്നെയാണ്. ആ ഈശോയെ ഒരിക്കലും മിസ് ചെയ്തു പോരുത്. ആ ഈശോയെ അനുഭവിക്കണം, അതിനവൻ്റെ കൂടെ ഇരിക്കണം, അവനോട് കൂടെ സമയം ചെലവഴിക്കണം, പ്രാർത്ഥിക്കണം, ധ്യാനിക്കണം, വചനം വായിക്കണം. അതാണ് എൻ്റെ യുവജന സുഹൃത്തുക്കൾ. കാരണം എൻ്റെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന സംഭവം നമ്മുടെ കൂടെയുള്ളവർ എൻജോയ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹത്തോടെ പറയുകയാണ്: ഈശോയെ അനുഭവിക്കുക. അത് ഈശോയെ അനുഭവിക്കുക എന്ന ഒരു മെസ്സേജാണ് അച്ഛൻ നമുക്ക് നൽകിയത്. അച്ഛൻ്റെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയാണേലും ഈ ഒരു നിമിഷങ്ങളിൽ ഏറ്റവും ഫലപ്രദമായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റി. മാക്സിമം അച്ഛനെക്കുറിച്ച് അറിയാൻ പറ്റി. അച്ഛൻ്റെ ദൈവവിളി, സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ഈ ഒരു യുവജനം ഉപയോഗിക്കേണ്ടതെന്നും വ്യക്തമായി നമ്മോട് പറഞ്ഞു തന്നു. ഇടറി വീഴുമ്പോൾ കൈത്താങ്ങായി മാറുന്നവനാണ് പുരോഹിതൻ. ദൈവത്തിൻ്റെ സന്നിധിയിലെ ഏറ്റവും വലിയ വിലയുള്ള വ്യക്തിത്വമാണ് പുരോഹിതൻ. നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ കടപ്പെട്ടവനാണ് പുരോഹിതൻ. അതെ, യഥാർത്ഥ പുരോഹിതൻ ആരാണെന്ന് ബഹുമാനപ്പെട്ട സച്ചിൻ അച്ഛൻ ഷെക്കന ന്യൂസിലൂടെ ഈ ഒരു ഇൻ്റർവ്യൂയിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. അച്ഛൻ്റെ ഇനിയുള്ള ജീവിതം ഏറ്റവും ഫലദായകമായി തീരട്ടെ. ഈശോ അച്ഛനെ അനുഗ്രഹിക്കട്ടെ. എന്നിൽ അടങ്ങ നന്മകൾ യാവയും എനക്കളിത്തിടും നാഥനേ, കൽപ്പനേകെ മീരിതമേലുകല തോരിതി കരുണാമയനേ, കൃതജ്ഞതോ സ്തുതി പാടിതേ నా యేసునాథా, నాకై నీవు చేసిన మేలుకల తోరిది కరుణామయనే.